Dear students, നമ്മുടെ സിലബസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഡിസീസ് നമ്മളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഡിസീസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ടാപ്പിയൂക്ക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്രോപ്പ് ഉണ്ട് അല്ലെ, നമ്മുടെ നാട്ടിൽ കപ്പ എന്ന് പറയുന്ന ക്രോപ്പാണ്. അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് കസാവ എന്നാണ്. Or we can say that common name is called cassava and scientific name is called Manihot esculenta or Manihot utilisma. ഇതെല്ലാം പറയാറുണ്ട്. Okay, so we can say that the family of this particular plant is Euphorbiaceae. This origin of this particular plant is northeastern Brazil. Economic part of this plant are roots or tubers. Starch content in cassava is highest among other tuber crops, that is 25 to 40%. അല്ലേ, അത് ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണത്. Tubers also contain a deadly poisonous chemical that is HCN. Upon sun drying, cyanide derivatives disappear from slices of cassava. അപ്പോൾ എപ്പോഴും ഇതിൽ വളരെ ഡേഞ്ചർ ആയ ഒരു കാര്യമുണ്ട്. പലപ്പോൾ അതുകൊണ്ടാണ് പശുവൊക്കെ തിന്നുന്ന സമയത്ത് പശു ജീവൻ പോകാൻ സാധ്യതയുണ്ട്. അതിന്റെ അർത്ഥം HCN എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ദാറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന വെച്ചാൽ ഇത് ഡിസപ്പിയർ ചെയ്യും. എപ്പോൾ നമ്മൾ മുറിച്ച് കഴിഞ്ഞ് സൺലൈറ്റ് കൊള്ളുകയാണ് നോർമലി, ഓർ വി ക്യാൻ സേ ദാറ്റ് അത് നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എന്തായി പോവും, അതിൻ്റെ ഒരു we can say that the particular poisonous chemical disappear ചെയ്യാറുണ്ട്. So this is the basic background of this particular crop. Regarding the disease, നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഡിസീസ് ആണ് അല്ലേ, കസാവയിലുള്ള ഡിസീസ് ആണ്. കസാവ മീൽബാഗ്, കസാവ ഗ്രീൻ മൈറ്റ്, African root and tuber scale, then Cassava mosaic virus, Cassava brown streak virus, then Cassava anthracnose and bacterial blight and climate change. These are some of the most important diseases which are commonly present in the particular plant. See, ഏറ്റവും പ്രധാനപ്പെട്ട ചില ഡിസീസുകൾ മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോകാം. വളരെ പ്രധാനപ്പെട്ട ചില ഡിസീസ് നമുക്ക് നോക്കാം. ഒന്ന് കസാവ ബ്രൗൺ ലീഫ് സ്പോട്ട്, that is induced by the most important causative organism called Cercospora henningsi. Several severe spotting, premature defoliation kill the plants. ഇതാണ് പ്രധാനമായിട്ടും അതിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ അല്ലെ. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, സിവിയർ ആയിട്ടുള്ള സ്പോട്ട് ഡെവലപ്പ് ചെയ്യും, പെട്ടെന്ന് കളർ ഫീഡ് ആവും, ദെൻ അതേപോലെ തന്നെ പ്ലാന്റിന് അത് നിരന്തരമായിട്ട് കൊന്നുകൊണ്ടേയിരിക്കും. ബ്രോഡോക്സ് മിക്സർ 1% അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാം. ദാറ്റ് ഈസ് റെമഡിയൽ മെഷർ. Or we can say that, or benelite എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കീടനാശിനി കിട്ടും, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്ലാന്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. Then another one is called Cassava mosaic disease. Vector white fly caused by Indian cassava mosaic Gemini virus, reduced size, twisted, distorted chlorotic pattern. Spray 1.1% dimethoate. Then cassava bacterial blight, Xanthosoma manihots. Heavy attack causes defoliation and stem and roots show brownish discoloration. ഇത് നമുക്ക് സാധാരണ കാണുന്നതാണ്. ഈ പറയുന്ന മൊസൈക്ക് പോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഇല ചെയ്യുന്ന ഒരു രോഗമാണ്. നമ്മൾ വിചാരിക്കും വെയിലടിച്ചിട്ട് ചീഞ്ഞു പോയതാണ്. അല്ല, this is a disease caused by the most important blight called Xanthosoma manihot. Which spray streptocycline 400 ppm. ഒരു 400 ppm പാർട്സ് പെർ മില്ലർ ആണ്, മൈക്രോമോളാർ ലെവലാണ്. അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ അസുഖം മാറാറുണ്ട്. Then anthracnose colitricum, brown circular elongated irregular lesion, severe infection, crinkle, and finally dieback is typical symptom. Normal symptom is dieback symptoms. The most important remedial measures to overcome this disease is called coke or bodox mixer. Bodox mixer നമുക്ക് അവൈലബിൾ ആണ്. ആ മിക്സർ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അസുഖം നമുക്ക് മാറ്റാൻ കഴിയുന്നു. Then actually what is Cassava mosaic virus or Cassava mosaic disease? അതാണ് നമ്മൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. See, Cassava actually it is called Manihot esculenta or Manihot utilisma എന്നും പറയാറുണ്ട്. It's belong to the family Euphorbiaceae. Okay, a vegetatively propagated tuber crop plant. It is a vegetatively propagated tuber crop plants. Tapioca is the starch extracted from cassava root, native to South America. Now cassava is cultivated worldwide. It is a staple food in many regions. Good source of starch. We can say that
linamarin is a cyanogenic glucoside in the root. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു cyanogenic glucoside ഉണ്ട്, that is called linamarin. Linamarin can be converted into cyanide in the gut. പലപ്പോഴും പശുക്കൾ തിന്നുന്ന സമയത്ത് അല്ലെ മനുഷ്യന്മാർക്ക് പോലും ചിലപ്പോൾ ചില പ്രശ്നം ഉണ്ടാവും. നോർമലി പശുക്കൾക്കൊക്കെ ഇതിനെ ഈ പറയുന്ന ലിമാനാരിൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു cyanogenic compound പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. Then cassava mosaic disease, actually it is commonly known as CMD, that is cassava mosaic disease. Exam ചോദിക്കുമ്പോൾ മറന്നു പോകരുത്, it is called CMD disease. One of the worst disease of the cassava, ഏറ്റവും worst ആയിട്ടുള്ള ഒരു ഡിസീസ് ആണത്. Affect the productivity of the plant, എപ്പോഴും പ്ലാന്റിന്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിച്ചുകൊണ്ടേയിരിക്കും. First reported in the coastal area of the Nigeria, widely occurring in all cassava cultivating parts of the world. The infected tapioca plant is, the signature is this. Then it is the mosaic pattern on the leaf. Then the normal symptoms of these particular diseases are characterized by severe mosaic symptoms on leaf, light green, yellow or white spot on leaves, affected leaves show molting in the beginning, discoloration of the leaf blade, and malformation and puckering of the leaf. These are some of the most common symptoms which are produced by this particular disease. Then vein clearing, vein branding and vein thickening is another important symptom. Then entire plant becomes stunted. എല്ലാ പ്ലാന്റുകളും മൊത്തത്തിൽ സ്റ്റണ്ടായി പോകും, അതായത് ജീവനില്ലാത്ത അവസ്ഥയിലേക്കായി മാറിപ്പോകാറുണ്ട്. Disappeared diseased plant can be recognized from long distance. Diseased plants എപ്പോഴും recognize ചെയ്യുന്നത് long distance നമുക്ക് കാണാൻ പറ്റുന്നു. Then causal organism. What are the most important causal organism? It is a viral disease. ഇതൊരു viral disease ആണ്, caused by Tapioca mosaic virus. Viral particles are transmitted through vector. Vector white fly, that is Bemisi tabaci is the most important white fly which is actually caused this particular disease. Then disease is spread and transmitted by the sap feeding white fly, that is Bemisi tabaci. Bemisi tabaci act as the vector. It is act as an important vector. See, what is a vector? Vector is an agent which cause disease. Okay. An agent which act as a carrier of pathogen. Then other causes of the transmissions are vegetative propagation, uses of cutting from the infected plant. ഇപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഒരു കട്ടിങ്സ് എടുത്ത് തളിപ്പറമ്പിൽ കൊണ്ടുപോയി നടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കട്ടിങ്സിൽ ഡിസീസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഡിസീസ് തളിപ്പറമ്പിലെ മണ്ണിൽ മുഴുവനും വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും? നോർമലി എല്ലാ തരത്തിലുള്ള ഡിസീസിലേക്കും ഇത് പോകാൻ സാധ്യതയുണ്ട്. മെക്കാനിസം ട്രാൻസ്മിഷൻ ത്രൂ സാപ്പ്, സീഡ്സ് ആൻഡ് pollen. Biological transmission by fungi, nematodes and other insects are also the most important concept with regard to the disease. Then എന്തൊക്കെയാണ് നമുക്കിത് കൺട്രോൾ മെഷേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? Controlling insect vector by sparing insecticide, sanitation practices, then removing and burning infected plants, proper use of cultural instruments, changing planting seasons. Tapioca planting after the beginning of rainy season is less susceptible to disease. എപ്പോഴും അങ്ങനെയാണ്. ടാപ്പിയോക്ക എപ്പോഴും നമ്മൾ നടേണ്ടത് എപ്പോഴാണ്? ബിഗിനിങ് ഓഫ് ദ റെയിനി സീസൺ, മഴ ആരംഭിക്കുന്ന സമയത്ത് തന്നെ നടാറുണ്ട്. ഈസ് ലെസ്, അതുകൊണ്ട് അത് വളരെ കുറവാണ്. ആ ഒരു പർട്ടിക്കുലർ സമയത്ത് ഈ ഡിസീസ് ഈ പ്ലാന്റിനെ അഫക്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. യൂസ് ഓഫ് റെസിസ്റ്റന്റ് വെറൈറ്റി, എപ്പോഴും നമ്മൾ റെസിസ്റ്റന്റ് വെറൈറ്റി ആയിട്ടുള്ള ക്രോപ്പ് ബ്രീഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ടാപ്പിയോക്ക യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എക്സാമ്പിൾ S1310, S2380, H97, etc. are the most important resistant varieties which are normally used for this type of cultivation. Okay, ഇത്രയാണ് നമ്മളിപ്പം ഈ ഒരു പാട്ടിൽ പറയുന്നത്. The first disease is called Tapioca mosaic disease or cassava disease. Remember, so we have to discuss more and more disease in the coming class. Thank you.